من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم واعبد ربك حتى يأتيك اليقين ബഹുമാന്യനായ അധ്യക്ഷൻ, ഇസ്ലാഹി സെന്ററിന്റെ സാരഥികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഒരിക്കൽ കൂടി വ്രതമനുഷ്ഠിക്കുവാനും ആ വ്രതാനുഷ്ഠാനത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ഈദ് ആഘോഷിക്കുവാനും ഭാഗ്യം സിദ്ധിച്ചവരാണ് നാം. ഈ നോമ്പിനും പെരുന്നാളിനും ശേഷം ഇനി എന്ത്? സ്വാഭാവികമായും ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ പലരുടെയും ജീവിതം കാണുമ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു വിഷയം ഇവിടെ ചർച്ചയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് അറിയാവുന്ന പോലെ നാം ആരും ഇവിടെ താനെ ഉണ്ടായവരല്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജനിച്ചു വന്നവരല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട രൂപം, ആകൃതി നമുക്ക് ലഭിച്ചിട്ടില്ല. നമ്മുടെ ജീവിതവും മരണവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അധികവും നമ്മുടെ സമ്മതത്തോടുകൂടി നടക്കുന്നതല്ല. നമുക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുന്ന പരിമിതമായ ഒരു മേഖല മാത്രമാണുള്ളത്. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ്. അല്ലാഹുവിന്റെ ദീൻ അല്ലാത്തതാണോ അവർ ആഗ്രഹിക്കുന്നത്? ഈ ആകാശഭൂമികൾ അഖിലവും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് പൂർണ്ണമായി കീഴ്പ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജനനവും മരണവും, അതിനിടക്ക് നടക്കുന്ന പല കാര്യങ്ങളും, നമ്മുടെ ശരീരം, അതിന്റെ രൂപം, അതിന്റെ ആകൃതി, മനുഷ്യ ശരീരം കോടാനുകോടി കോശങ്ങളുടെ ഒരു കോശമെന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറിയാണ്. അതുപോലുള്ള കോടാനുകോടി ഫാക്ടറികളുടെ ഒരു സമുച്ചയമാണ്. അതൊന്നും നമ്മുടെ ഇഷ്ടാനിഷ്ടം നടക്കുന്നതല്ല. അതൊക്കെ മുൻകൂട്ടി ആരോ നിശ്ചയിച്ച പോലെ, തീരുമാനിച്ച പോലെ, ആ തീരുമാനമനുസരിച്ച്, ആ വ്യവസ്ഥയനുസരിച്ച് അതിന് വിധേയമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ പ്ലാനാണ്, അവന്റെ ആസൂത്രണമാണ്, അവന്റെ തീരുമാനമാണ്, അവന്റെ നിശ്ചയമാണ്, അവന്റെ നിയമമാണ്, അവന്റെ വ്യവസ്ഥയാണ്. എന്നാൽ അവിടെ നമുക്കവൻ നൽകിയിട്ടുള്ള ഒരു
മേഖലയുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുന്ന മേഖല. ആ മേഖലയിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നും അവൻ നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം. അവന്റെ നിയമമനുസരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. അല്ലെങ്കിൽ അവന്റെ തീരുമാനവും നിയമവും ലംഘിച്ചുകൊണ്ടും നമുക്ക് ജീവിക്കാം. ആ സ്വാതന്ത്ര്യം നൽകപ്പെട്ട മേഖല നാം എങ്ങനെ തെരഞ്ഞെടുക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയ പരാജയം നിർണയിക്കപ്പെടുന്നത്. നമ്മുടെ ശാശ്വത ജീവിതത്തിലെ രക്ഷാശിക്ഷകൾ നിർണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ സൃഷ്ടിച്ച സൃഷ്ടാവ് ആ സൃഷ്ടിപരമായ ഒരു ലക്ഷ്യം നിശ്ചയിച്ചിട്ടുണ്ട്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും എന്നെ മാത്രം ആരാധിക്കുന്നതിനു വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന്. അപ്പൊ മനുഷ്യൻ ഇവിടെ നിർവഹിക്കുവാനുള്ള ദൗത്യം എന്താണ്? ഈ ഭൂമിയിൽ വെച്ച് അവന് നിർവഹിക്കുവാനുള്ള ദൗത്യം എന്താണ്? ഈ ജീവിതത്തിൽ അവന് നിർവഹിക്കുവാനുള്ള ദൗത്യം എന്താണ്? അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ മനസ്സിലാക്കി ആ സൃഷ്ടാവിനോടുള്ള ഏറ്റവും വലിയ കടമ അവന്റെ മുമ്പിൽ തലകുനിച്ചുകൊണ്ട് അവനോട് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് അവന് സാഷ്ടാംഗം ചെയ്തുകൊണ്ട് അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് അവന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിലോ ആഴ്ചയിലോ മാസത്തിലോ തീരുന്നതല്ല. അതാണ് വിശുദ്ധ ഖുർആൻ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച വാക്യത്തിലൂടെ സൂചിപ്പിക്കുന്നത്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. റമളാനോടുകൂടി അവസാനിക്കുന്നതല്ല നോമ്പ്, റമളാനോടുകൂടി അവസാനിക്കുന്നതല്ല നമസ്കാരം, റമളാനോടുകൂടി അവസാനിക്കുന്നതല്ല തന്റെ ആരാധന, റമളാനോടുകൂടി അവസാനിക്കുന്നതല്ല തന്റെ സൃഷ്ടാവിനോടുള്ള തന്റെ ബാധ്യത, തന്റെ കടമകളും കടപ്പാടുകളും. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം വരുന്നതുവരെ, നീ മരിക്കുന്നതുവരെ നീ നിന്റെ റബ്ബിനെ ആരാധിക്കണം എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ സൂറത്തു മറിയമിലൂടെ എടുത്തു പറയുന്നത്, വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. ഞാൻ എവിടെയാണെങ്കിലും അള്ളാഹുവിന്റെ ബർക്കത്ത്, അനുഗ്രഹം അവൻ എനിക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട്. അനുഗ്രഹീതനായി ജീവിക്കുവാനുള്ള ഭാഗ്യം എനിക്കവൻ നൽകിയിട്ടുണ്ട്. വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമസ്കരിക്കണമെന്ന്, സകാത്ത് നൽകണമെന്ന് അവൻ എന്നോട് കൽപ്പിച്ചിട്ടുമുണ്ട് എന്ന്. അപ്പൊ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മരണം വരെ നിർവഹിക്കേണ്ട ദൗത്യമാണ് നമസ്കാരം, സകാത്ത്, നോമ്പ് പോലുള്ള ആരാധനകൾ എന്നാണ് ഈ വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതൊരു നിശ്ചിത സമയം, ഒരു നിശ്ചിത കാലം മാത്രമല്ല, ആയുഷ്കാലം മുഴുവൻ നിർവഹിക്കേണ്ടതാണ്. ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. നീ ഒന്നിൽ നിന്ന് വിരമിച്ചാൽ അടുത്തതിൽ നീ ഏർപ്പെടുക. നിനക്ക് വിശ്രമ ജീവിതമില്ല, നിനക്ക് വിശ്രമിക്കുവാനുള്ള കാലമില്ല. ളുഹർ കഴിഞ്ഞാൽ അസർ, അസർ കഴിഞ്ഞാൽ മഗ്രിബ്, മഗ്രിബ് കഴിഞ്ഞാൽ ഇശ, ഇശ കഴിഞ്ഞാൽ ഫജ്ർ. ഇങ്ങനെ ഈ ഫർദ് നമസ്കാരം ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ആവർത്തിച്ചു കൊണ്ടുവരും. ഫർദ് കഴിഞ്ഞാൽ സുന്നത്ത്, റവാത്തിബ് നമസ്കാരങ്ങൾ. സുബഹിന്റെ മുമ്പ് സുന്നത്തുണ്ട്, ളുഹറിന്റെ മുമ്പും സുന്നത്തുണ്ട്, ശേഷവും സുന്നത്തുണ്ട്. മഗ്രിബിന്റെ ശേഷം സുന്നത്തുണ്ട്, ഇശാഇന്റെ ശേഷവും സുന്നത്തുണ്ട്. ഇങ്ങനെ സുന്നത്ത് നമസ്കാരങ്ങൾ. ഇനി ഈ ഫർദ് നമസ്കാരങ്ങളും അതിനോടനുബന്ധിച്ചുള്ള റവാത്തിബ് നമസ്കാരങ്ങളല്ലാത്ത മറ്റു സുന്നത്തായ നമസ്കാരങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് റമളാനിൽ നാം റമളാനിൽ നോമ്പനുഷ്ഠിക്കുന്നു, അതേപോലെ തറാവീഹ് നമസ്കരിക്കുന്നു. റമളാൻ കഴിഞ്ഞാൽ
തറാവീഹ് ഇല്ല. ഖിയാമു റമളാനിൽ മാത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി നമസ്കാരമില്ല. അല്ല, നേരെ മറിച്ച് ഖിയാമു റമളാൻ കഴിഞ്ഞാൽ ഖിയാമുൽ ലൈൽ എല്ലാ കാലങ്ങളിലും നിർവഹിക്കപ്പെടണം. റമളാനിൽ നിർവഹിക്കുന്നതിന് ആ പേര് വന്നു എന്ന് മാത്രമേയുള്ളൂ. വിശ്രമിച്ചുകൊണ്ട് 2 റക്അത്ത് നമസ്കരിച്ച് വിശ്രമിച്ച്, അല്ലെങ്കിൽ 4 കഴിഞ്ഞ് വിശ്രമിച്ച് പിന്നെ വിശ്രമമെടുത്തുകൊണ്ട് നിർവഹിക്കുന്നു എന്നതുകൊണ്ട് തറാവീഹ് എന്ന പേര് വന്നു എന്ന് മാത്രം. റമളാൻ മാസത്തിൽ ആ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ പ്രവാചകൻ മാതൃക കാണിച്ചു തന്നു എന്ന് മാത്രം. അതല്ല എങ്കിൽ രാത്രികാലങ്ങളിൽ എന്നും നമസ്കാരമുണ്ട്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. അല്ലാഹുവിന്റെ ദാസന്മാരെ പറ്റി പറയുന്നിടത്ത് അവരുടെ ലക്ഷണമായി പറയുന്നത് രാത്രികാലങ്ങൾ അവർ സുജൂദിലായി, രാത്രി നമസ്കാരത്തിലായി കഴിച്ചുകൂട്ടുന്നവരാണ്. സുജ്ജദൻ വഖിയാമ, നിന്നുകൊണ്ടും സുജൂദ് ചെയ്തുകൊണ്ടും രാത്രികാലം നമസ്കരിക്കുന്നവരാണ് അവർ. അതാണ് അവരുടെ പ്രത്യേകത. തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. അവർ രാത്രി കിടന്നുറങ്ങുമ്പോ നേരം പുലരുവോളവും പുലർന്നിട്ടും ആ ബെഡിൽ, ആ വിരിപ്പിൽ, ആ മെത്തയിൽ അങ്ങനെ കിടന്നുറങ്ങാൻ ഇല്ല, വിശ്വാസിയെ കൊണ്ട് സാധിക്കുകയില്ല. അവൻ ആ ഉറക്കിൽ നിന്നതാ റബ്ബിനെ ഓർത്തുകൊണ്ട് അവൻ ഞെട്ടി ഉണരുന്നു. അവരുടെ ശരീരം ആ ബെഡിൽ നിന്നതാ അകലുന്നു, ഉയർന്നു വരുന്നു. തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. തങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അവന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട്, അവന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട്, അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, നമസ്കരിച്ചുകൊണ്ട്, ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവരതാ രാത്രികാലത്ത് നമസ്കരിക്കുന്നു. അതാണ് വിശ്വാസികളുടെ പ്രത്യേകത. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. ഓ പുതപ്പ് മൂടിക്കിടക്കുന്നവനെ, എഴുന്നേൽക്ക്. രാത്രി നീ എഴുന്നേറ്റ്, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് പുതപ്പ് മാറ്റി വുളു ഉണ്ടാക്കി നീ നമസ്കരിക്ക്. രാത്രിയുടെ പകുതി സമയം, അല്ലെങ്കിൽ 2/3 ഭാഗം, അല്ലെങ്കിൽ 1/3 ഭാഗം, എത്രയാണോ കഴിയുന്നതനുസരിച്ച് നമസ്കരിച്ച്. ഫറള് നമസ്കാരം നിർബന്ധമാക്കപ്പെടുന്നതിനു മുമ്പ് രാത്രികാലത്ത് രാത്രി നമസ്കാരം നബിയും ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസയിൽ ലൈലി വനിസ്ഫഹു വസുലുസഹു വതായിഫത്തും മിനല്ലദീന മഅക്. തീർച്ചയായും നിന്റെ റബ്ബിനറിയാം, നീയും നിന്റെ കൂടെയുള്ള ആളുകളും രാത്രിയുടെ 2/3, 1/3, 1/2 സമയം നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നത്. അതുകൊണ്ട് ഫർദ് നമസ്കാരം നിർബന്ധമാക്കിയപ്പോ ഫഖറഊ മാ തയസ്സറ മിനൽ ഖുർആൻ, ഇനി ഇത്ര സമയം നിങ്ങൾ നമസ്കരിക്കണമെന്നില്ല. നിങ്ങൾക്ക് എത്രയാണ് സൗകര്യം, എത്രയാണ് നിങ്ങൾക്ക് കഴിയുന്നത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് നമസ്കരിക്കാമെന്ന് പറഞ്ഞു. യാത്രയിൽ പോലും പ്രവാചകൻ ഉപേക്ഷിക്കാത്ത 2 സുന്നത്ത് നമസ്കാരങ്ങളിൽ ഒന്ന് സുബ്ഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്താണ്. രണ്ടാമത്തേത് രാത്രികാലത്തുള്ള നമസ്കാരം അഥവാ വിത്ർ നമസ്കാരമാണ്. ഈ 2 നമസ്കാരവും യാത്രയിൽ പോലും ഫർദ് നമസ്കാരം കാത്തു സൂക്ഷിച്ചിരുന്ന പോലെ പ്രവാചകൻ നിർവഹിച്ചു പോന്നിരുന്നുവെന്ന് പ്രവാചക ചര്യയിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഫർദ് കഴിഞ്ഞാൽ സുന്നത്ത്, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് വെറുതെ ഇരിക്കുവാനുള്ളതല്ല. ഇതുപോലെ തന്നെ നോമ്പ്, റമളാനിലുള്ള നോമ്പ് കഴിഞ്ഞാൽ ഇനി നോമ്പില്ല അടുത്ത റമളാനിൽ അല്ല. അതേപോലെ തന്നെ നമസ്കാരപ്പായ ഒക്കെ പഴയ സമ്പ്രദായം അനുസരിച്ച് അതൊക്കെ അട്ടത്ത് കെട്ടിവെക്കുന്ന രീതിയാണ്. ഇനി അടുത്ത ശഅബാൻ 15 കഴിഞ്ഞാൽ ആ പായ മടക്കിക്കൊണ്ടൊന്ന് കഴുകി വൃത്തിയാക്കി ആ റമളാനിന് വേണ്ടി ഒരുക്കി വെക്കുന്ന രീതി, ആ രീതിയൊന്നുമല്ല ഇസ്ലാമിലുള്ളത്. നേരെ മറിച്ച് നോമ്പ് തന്നെയാണെങ്കിലും ഇതാ റമളാനോടുകൂടി അവസാനിക്കുന്നില്ല. മൻ സ്വാമ റമളാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ, ഒരാൾ റമളാനിൽ നോമ്പ് അനുഷ്ഠിച്ചു, എന്നിട്ട് അതിന്റെ കൂടെ ശവ്വാൽ
ശവ്വാലിൽ നിന്ന് 6 നോമ്പുകൾ കൂടി അനുഷ്ഠിച്ചാൽ അയാൾ ഒരു കൊല്ലം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചവനെ പോലെയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു ഹദീസിൽ ഇങ്ങനെ തന്നെ പറഞ്ഞു, നന്മകൾ 1-ന് 10 ഇരട്ടിയാണ്. ഒരു മാസത്തെ നോമ്പ് 10 മാസത്തെ നോമ്പിന്റെ പ്രതിഫലം 6 ദിവസത്തെ നോമ്പ് 60 ദിവസം അഥവാ 2 മാസം. അപ്പൊ 10ഉം 2ഉം 12 മാസം അഥവാ ഒരു കൊല്ലം. അപ്പൊ ഈ 6 നോമ്പ് ശവ്വാലിൽ തന്നെ നിർവഹിക്കുന്നത് നമുക്ക് ഒരു കൊല്ലക്കാലം നോമ്പ് നോറ്റ പ്രതിഫലം ലഭിക്കുന്നതിന് ഏറ്റവും വലിയ മാർഗം സൃഷ്ടിച്ചു തരുന്നതാണ്. അതുകൊണ്ടും അവസാനിക്കുന്നില്ല. എല്ലാ മാസവും 3 ദിവസത്തെ നോമ്പ്, അയ്യാമുൽ ബീദ്, മാസത്തിലെ 13, 14, 15 ഈ 3 ദിവസം നോമ്പ് അനുഷ്ഠിച്ചാൽ 3, 10, 30 3 നോമ്പിന് ഒരു മാസം നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം നമുക്ക് ലഭിക്കുന്നു. അപ്പൊ 12 മാസവും 13, 36 നോമ്പ് കൊണ്ട് ഒരു കൊല്ലം നോമ്പ് നോറ്റ പ്രതിഫലം അങ്ങനെയും നമുക്ക് ലഭിക്കുന്നു. ഇനി അതല്ല, കുറച്ചുകൂടി നോമ്പ് അനുഷ്ഠിക്കാൻ നമുക്ക് മാർഗം തുറന്നു തരുന്നത് സൗകര്യപ്പെടുന്നുവെങ്കിൽ ശ്രേഷ്ഠമായ കാര്യമാണ് ആഴ്ചയിൽ 2 നോമ്പ്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. പ്രവാചകൻ ആ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് പതിവാക്കിയിരുന്നു. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, എന്താണ് ഈ 2 ദിവസങ്ങളിൽ അങ്ങിങ്ങനെ നോമ്പ് അനുഷ്ഠിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, മനുഷ്യന്റെ കർമ്മങ്ങൾ അള്ളാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടുന്നത് 4 വിധത്തിലാണ്. ഒന്ന്, ഡെയിലി റിപ്പോർട്ടുകൾ അള്ളാഹുവിലേക്ക് പോകുന്നുണ്ട്. ഒരു ദിവസം 2 റിപ്പോർട്ട്. നമ്മുടെ കണക്കുകൾ രേഖപ്പെടുത്തുവാനുള്ള മലക്കുകൾ 2 ഷിഫ്റ്റായിട്ടാണ്. രാത്രിയിൽ ഒരു ഷിഫ്റ്റും പകലിൽ ഒരു ഷിഫ്റ്റും. ഈ 2 ഷിഫ്റ്റിന്റെയും മലക്കുകൾ ഡ്യൂട്ടി കൈമാറുന്ന സമയം ഒന്ന് ഫജ്ർ നമസ്കാരത്തിന്റെ സമയമാണ്. രണ്ടാമത്തേത് ആ സമയത്ത് ഡ്യൂട്ടി ഏറ്റെടുക്കുന്ന പകലിന്റെ മലക്കുകൾ തിരിച്ചു പോകുന്നതും രാത്രിയുടെ മലക്കുകൾ വരുന്നതും അസ്ർ നമസ്കാരത്തിന്റെ സമയത്താണ്. ആ അസ്ർ നമസ്കാരത്തിന്റെ സമയത്ത് വരുന്ന മലക്കുകൾ പിന്നെ തിരിച്ചു പോകുന്നത് ഫജ്ർ നമസ്കാരത്തിന്റെ സമയത്താണ്. പകലിന്റെ ഡ്യൂട്ടി ഏറ്റെടുക്കാൻ വരുന്നവർ ആ സമയത്ത് വരുന്നു. ഈ 2 സമയത്തും ഈ മലക്കുകൾ അവരുടെ ഡ്യൂട്ടി നിർവഹിച്ച് ആ റിപ്പോർട്ട് നേരെ അള്ളാഹുവിങ്കൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ചെയ്യുന്ന സമയത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ റബ്ബിന്റെ ചോദ്യം, കൈഫ തറക്തും ഇബാദി, നിങ്ങൾ എന്റെ അടിമയെ എങ്ങനെയാണ് വിട്ടേച്ചു പോന്നത്? ഖാലു, ആ മലക്കുകൾ അവരോട് അള്ളാഹുവിനോട് മറുപടി പറയുന്നത്, അതൈനാഹും വഹും യുസല്ലൂൻ തറക്നാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവരുടെ അടുക്കൽ നിന്ന് പോരുമ്പോൾ അവർ നിസ്കരിക്കുകയായിരുന്നു റബ്ബേ, ഞങ്ങൾ അവരുടെ അടുക്കൽ ചെല്ലുമ്പോഴും അവർ നമസ്കരിക്കുകയായിരുന്നു. അപ്പൊ നമസ്കരിച്ചു കൊണ്ടിരിക്കെയാണ് അവന്റെ അമല് അള്ളാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടുന്നത്. ഇതുപോലെ വീക്കിലി റിപ്പോർട്ടുകൾ സമർപ്പിക്കപ്പെടുന്നത് ഒന്ന് തിങ്കളാഴ്ചയാണ്, രണ്ടാമത്തെ റിപ്പോർട്ട് വ്യാഴാഴ്ചയാണ്. ഈ റിപ്പോർട്ടുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോ മഹാനായ റസൂലുള്ള പറഞ്ഞത്, മനുഷ്യന്റെ അമലുകൾ ആഴ്ചയിൽ അള്ളാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടുന്ന സമയമാണത്. ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമല് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ 2 ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത്. എന്റെ റിപ്പോർട്ട് അള്ളാഹുവിങ്കലേക്ക് മലക്കുകൾക്ക് കൊണ്ടുപോകുന്നു. അത് കൊണ്ടുപോയി സമർപ്പിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യുകയാ? ഞാൻ നോമ്പുകാരനായിരിക്കുകയാണ്. ഈ തിങ്കളാഴ്ചയിലും വ്യാഴാഴ്ചയിലും പ്രവാചകൻ നോമ്പ് അനുഷ്ഠിക്കുവാനുണ്ടായ കാരണം അതാണെന്ന് പ്രവാചകൻ തന്നെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു വർഷത്തിലെ ഒരു റിപ്പോർട്ട് ഒന്നടങ്കം ഒരു ഇയർലി റിപ്പോർട്ട് വേറെ സമർപ്പിക്കും. ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് ശഅബാൻ മാസത്തിലാണ്. പ്രവാചകൻ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് ശഅബാനിലാണ്. എന്താ നബിയെ, ശഅബാനെ പോലെ മറ്റൊരു മാസത്തിലും റമളാൻ അല്ലാതെ മറ്റൊരു മാസത്തിലും അവിടുന്ന് നോമ്പ് അനുഷ്ഠിക്കുന്നത് കാണുന്നില്ലല്ലോ, എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാന്റെ മറുപടി, മനുഷ്യന്റെ അമലുകൾ ഒരു വർഷത്തെ റിപ്പോർട്ട് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണത്. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വ
വഅന സ്വായിം, ഈ മാസം എന്റെ അമല് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോ ഞാൻ നോമ്പുകാരനായിരിക്കണമെന്നാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ നോമ്പ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മഹാനായ റസൂലുള്ള പറഞ്ഞു. അപ്പൊ 3 റിപ്പോർട്ടുകളായി. 4ാമത്തെ റിപ്പോർട്ട് നമ്മുടെ മരണത്തിന്റെ ശേഷം അതുവരെ ജനനം മുതൽ മരണം വരേക്കുമുള്ള മുഴുവൻ കാര്യങ്ങളും പല സമയങ്ങളിലായി ഡെയിലി സമർപ്പിക്കുന്നത്, വീക്കിലി സമർപ്പിക്കുന്നത്, വാർഷികമായി സമർപ്പിക്കുന്നത്, ഇതിന്റെ പുറമെ ഒരു ജീവിതകാലം മുഴുവനുള്ള ഒരു റിപ്പോർട്ട് അതാ വേറെ സമർപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിലൊന്നും ഒരു കളങ്കവും ഞാനത് ചെയ്തിട്ടില്ലെന്ന് നമുക്ക് നിഷേധിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം മലക്കിന് കൂട്ടാനോ കുറക്കാനോ ഒന്നിനും സാധ്യമല്ല. ആ റിപ്പോർട്ട് മരണശേഷം അല്ലാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടും. ഇതാണ് ഹദീസിൽ നമുക്ക് കാണാവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കഴിയുമെങ്കിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് അനുഷ്ഠിക്കുക. ഇങ്ങനെ നോമ്പ് റമദാനോടുകൂടി അവസാനിക്കുന്നതല്ല, നിരന്തരമായി ആഴ്ചതോറും, അല്ല മാസത്തിലാണെങ്കിൽ എല്ലാ മാസവും, പിന്നെ പ്രത്യേകമായ ചില നോമ്പുകൾ, മുഹറം 9, 10-നുള്ള നോമ്പ്, അതേപോലെ തന്നെ അറഫാ ദിനത്തിലുള്ള നോമ്പ്, ഇങ്ങനെ പ്രത്യേകമായ സവിശേഷമായ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന നോമ്പിനെ സംബന്ധിച്ചും പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള കർമ്മങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിൽ ഏർപ്പെട്ടുകൊണ്ട് നിരന്തരമായി നമസ്കാരവും നോമ്പും മാത്രമല്ല, ഖുർആൻ പാരായണമാണെങ്കിലും അത് റമദാനിൽ നമ്മൾ ചിട്ടയോടെ നിർവഹിച്ചു വന്നു. ഇനി റമദാൻ കഴിഞ്ഞാൽ നമുക്ക് സമയമില്ല, നമുക്ക് ഒഴിവില്ല, ഇനി അടുത്ത റമദാനിലാവാം. അങ്ങനെ നീട്ടിവെക്കേണ്ടതല്ല, മാറ്റിവെക്കേണ്ടതല്ല. ഈ ഖുർആൻ പാരായണം നിരന്തരമായി ഡെയിലി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് സാധിക്കുന്ന അത്ര, നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഒരു ദിവസം കൊണ്ട് ഖുർആൻ മുഴുവൻ ഓതി തീർക്കുന്ന ചില മുൻഗാമികളിലെ മഹാന്മാരുണ്ടായിരുന്നു. 3 ദിവസം കൊണ്ട് ഓതി തീർക്കുന്നവരുണ്ടായിരുന്നു. അതേപോലെ 7 ദിവസം കൊണ്ട് ഓതി തീർക്കുന്നവരുണ്ടായിരുന്നു. മാസത്തിൽ ഓതി തീർക്കുന്നവരുമുണ്ട്. ഇനി ഒരു മാസം കൊണ്ട് കഴിയില്ലെങ്കിൽ കഴിയുന്ന വിധത്തിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം. എത്രയാണ് നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങളുടെ കഴിവിനനുസരിച്ച്. എന്നാൽ ചില പ്രത്യേകതകളൊക്കെ റസൂലുള്ള പറഞ്ഞു തന്നതുണ്ട്. കഴിയുന്നവർ ഒരു സമയത്ത് കഴിയില്ലെങ്കിൽ മറ്റൊരു സമയത്ത് കഴിയുമെങ്കിൽ അത് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ശീലമാവും. ശീലമായാൽ പിന്നെ പ്രയാസമുണ്ടാവില്ല. 100 ആയത്തുകൾ രാത്രി ഒരാൾ പാരായണം ചെയ്താൽ, ഒരു ഹദീസിൽ 100 ആയത്തുകൾ ഓതിക്കൊണ്ട് രാത്രി നമസ്കരിച്ചാൽ, കുതിബ മിനൽ ദാകിരീൻ, അയാളെ അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു രേഖപ്പെടുത്തും. അതേ ഹദീസിൽ കാണാം, 1000 ആയത്ത് ഓതിക്കൊണ്ടാണ് ഒരു രാത്രി ഒരാൾ നമസ്കരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 1000 ആയത്തൊരു രാത്രി ഒരാൾ പാരായണം ചെയ്താൽ, കുതിബ മിനൽ മുഖന്തരീൻ, മുഖന്തരീങ്ങളുടെ കൂട്ടത്തിൽ അയാൾ രേഖപ്പെടുത്തപ്പെടും. എന്താണ് ഈ മുഖന്തർ? റസൂലുള്ള പറഞ്ഞു, ഒരു ഖിൻതാർ, കണക്കില്ലാത്ത വലിയ കൂമ്പാരം, പ്രതിഫലത്തിന്റെ കൂമ്പാരം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് അയാൾ രേഖപ്പെടുത്തപ്പെടുന്നത്. അപ്പൊ എങ്ങനെ 1000 ആയത്തൊക്കെ ഒരു ദിവസം ഓതി അങ്ങ് നിസ്കരിക്കാൻ കഴിയോ? ചെയ്യാൻ വിചാരിച്ചാൽ പ്രയാസമില്ല, ചെയ്ത് ശീലിച്ചാൽ ബുദ്ധിമുട്ടില്ല. 1000 ആയത്ത് ഓതി 11 റക്അത്ത് നമുക്ക് നമസ്കരിക്കാൻ ശരിക്ക് ഓതാൻ അറിയുന്ന ഒരാൾക്ക് 1 മണിക്കൂർ സമയം മതി. എങ്ങനെ? ഖുർആനിലെ അവസാനത്തെ 2 ജുസ്, അമ്മയും തബാറക്കയും, ആ 2 ജുസ് 1006 ആയത്തുകളുണ്ട്. ഈ 2 ജുസ് 8 റക്അത്തിൽ സുഖമായിട്ട് ഓതാം. 1 മണിക്കൂർ സമയം കൊണ്ട് 11 റക്അത്ത് അവസാനിപ്പിക്കാം. 5 മണിക്കാണ് സുബ്ഹെങ്കിൽ 4 മണിക്ക് മുമ്പ് എഴുന്നേറ്റാൽ മതി. സുബ്ഹിന്റെ മുമ്പ് 1 മണിക്കൂറിൽ സുഖമായിട്ട് മുഖന്തരീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തിക്കൊണ്ട് മഹത്തായ പ്രതിഫലം നമുക്ക് ലഭിക്കും. ഇനി അത് വേണ്ട, അത്ര കഴിയില്ലെങ്കിൽ കഴിയുന്ന അത്ര
11 റക്അത്ത് കഴിയില്ലെങ്കിൽ കഴിയുന്ന റക്അത്ത് 1 മുതൽ 11 വരെ 2 റക്അത്ത്, 2 റക്അത്ത് തഹജ്ജുദും 1 റക്അത്ത് വിത്റും, അല്ലെങ്കിൽ 3 റക്അത്ത്, അല്ലെങ്കിൽ 5 റക്അത്ത്, അല്ലെങ്കിൽ 7, 9, 11 വരെയാണ് പ്രവാചകൻ നമസ്കരിച്ചത്. അതിനപ്പുറം നമസ്കരിച്ചതായി സ്വഹീഹായി വന്നിട്ടില്ല. അതുകൊണ്ട് ഈ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി, ഖുർആൻ പാരായണം പതിവാക്കി, ഇനി നമസ്കാരത്തിൽ കഴിയില്ലെങ്കിൽ അല്ലാതെ ഖുർആൻ പതിവായി ഓതിയാൽ ആ ഓത്ത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരിക്കും. പരലോകത്തേക്ക് നമുക്ക് വലിയ സമ്പാദ്യമായിരിക്കും അത്. ഇങ്ങനെ ഖുർആൻ പാരായണം. ഇതേപോലെ തന്നെ നാം ചെയ്യുന്ന മറ്റുള്ള കർമ്മങ്ങൾ, ഒരുപാട് നല്ല നല്ല കർമ്മങ്ങളുണ്ട്. റമളാനിൽ നമ്മൾ അതിൻ്റെ അവസാനത്തിൽ ഫിത്ർ സക്കാത്ത് നൽകി. സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ മിക്കവാറും റമളാനിലാണ് സ്വത്തിൻ്റെ കണക്ക് നോക്കിയിട്ട് സക്കാത്ത് നൽകാറുള്ളത്. എന്നാൽ റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഈ ദാനം ചെയ്യുന്നത് അടുത്ത റമളാൻ വരെ കാത്തു നിൽക്കാനുള്ളതല്ല. നേരെ മറിച്ച് രാത്രിയിലും പകലിലും എല്ലാ കാലത്തും എല്ലാ സമയത്തും ആവശ്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ നൽകിയതിൽ നിന്ന് നിങ്ങൾ ധർമ്മം ചെയ്യുവിൻ എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അതുകൊണ്ട് തന്നെ ദാനം ചെയ്യാനും ധർമ്മം ചെയ്യാനും പ്രത്യേകമായ കാലമില്ല. അത് എല്ലാ കാലത്തും നിർവഹിക്കേണ്ട ഒരു പുണ്യകർമ്മമാണ്. ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ, ഇനി മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം, രക്തബന്ധങ്ങൾ നന്നാക്കിയെടുക്കുന്നത്, കുടുംബ ബന്ധങ്ങൾ നന്നാക്കിയെടുക്കുന്നത്, സൗഹൃദ ബന്ധങ്ങൾ നന്നാക്കിയെടുക്കുന്നത്, അതേപോലെ തന്നെ മറ്റുള്ള സാഹോദര്യ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നത്, അത് ഇതേപോലെ തന്നെ പുണ്യപൂർണമായ കാര്യങ്ങളാണ്. അത് റമളാനിൽ മാത്രമല്ല, പെരുന്നാളിനു മാത്രമല്ല, എല്ലാ കാലങ്ങളിലും ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തെ ധന്യമാക്കണം. അത് റമളാനോടുകൂടി അവസാനിപ്പിക്കേണ്ടതല്ല, മരണം വരെ നിർവഹിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ 2-3 വചനങ്ങൾ നമ്മോട് പറയുന്നത്. മരണം വരെ നിങ്ങളെ ഏൽപ്പിച്ച സൃഷ്ടിപരമായ ദൗത്യം നിങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കണം. അത് നിങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കണം. ആ കൂട്ടത്തിൽ പ്രത്യേകമായി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വന്ന ഹദീസുകൾ, ഖുർആനിന്റെ പരാമർശങ്ങൾ പരിശോധിച്ചാൽ ഒരു പ്രത്യേക സമയം വെച്ച് നിർത്തേണ്ടതല്ലെന്നും മരണം വരെ തുടരേണ്ടതാണെന്നും നൈരന്തര്യം കാത്തു സൂക്ഷിക്കേണ്ടതാണെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ നേട്ടങ്ങൾ എന്താണെന്ന് നമ്മെ പഠിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നത് പരിശോധിച്ചാൽ അത് ഒരിക്കൽ ചെയ്ത് അതങ്ങ് അവസാനിപ്പിക്കുന്നതല്ല, നേരെ മറിച്ച് അത് പതിവായിട്ടാണ് നിർവഹിച്ചിരുന്നത്. സഅൽതു ആയിഷത റളിയല്ലാഹു അൻഹാ, ഇമാം മസ്റൂഖ് പറയുന്നത്, ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹായോട് ചോദിച്ചു, അയ്യു അൽ അമലി കാന അഹബ്ബ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏത് അമലാണ്, ഏത് പ്രവൃത്തിയാണ് നബിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത്? ഖാലത്ത് അദ്ദായിം, ആയിഷ ബീവിയുടെ മറുപടി, ദായിമായ പ്രവർത്തനം. ദായിമായതെന്ന് പറഞ്ഞാൽ നിത്യമായ പ്രവർത്തനം, പതിവായ പ്രവർത്തനം, ഒരിക്കൽ ചെയ്ത് 2 വട്ടം ചെയ്ത് 3 വട്ടം ചെയ്ത് നിർത്തുന്നതല്ല, നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. അതാണ് റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടിരുന്നത്. ചെയ്യുന്ന പ്രവർത്തനം, ഇപ്പൊ നമസ്കാരമാണെങ്കിൽ കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ സല്ല, നബിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം വുളു ഉണ്ടാക്കി 2 റക്അത്ത് നമസ്കരിക്കും. ആ നമസ്കാരത്തിലൂടെ തനിക്കുള്ള പ്രയാസം അകറ്റും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജുഇലതു ഖുറത്തു ഐനി ഫിസ്സലാ, എനിക്ക് കൺകുളിർമ നൽകപ്പെട്ടിരിക്കുന്നത്
ലഭിക്കുന്നത് നമസ്കാരത്തിലാണ് എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ കൺകുളിർമയാണ് ലഭിക്കുന്നതെന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ കൺകുളിർമ ലഭിക്കാനും തന്നിൽ നിന്നുള്ള വിഷമം ദൂരീകരിക്കാനും ബുദ്ധിമുട്ടുകൾ വരുമ്പോ പ്രവാചകൻ വുളു എടുത്തുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുക പതിവായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിന്റെ കാര്യത്തിലാണെങ്കിലും അവിടുന്ന് പതിവായി ചെയ്തു പോന്നിരുന്നു. അതേ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നക തസൂമു ഹത്താ ലാ തകാദു തുഫ്തിർ വതുഫ്തിർ ഹത്താ ലാ തകാദു തസൂം. നബി ചിലപ്പോൾ നോൽമ്പ് നോൽക്കണ് കണ്ടാൽ നബി നോമ്പില്ലാതെ നോമ്പ് ഒഴിവാക്കുന്ന ഒരു ദിവസം ഉണ്ടാകൂല എന്ന് തോന്നും. ചിലപ്പോൾ നബിന് നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ എന്താ നബി ഇനി നോമ്പ് നോൽക്കൂലേ എന്നും തോന്നും. എന്ന് പറഞ്ഞാൽ എന്നും ഒരേപോലെയല്ല, അതിലും വൈവിധ്യം സ്വീകരിച്ചുകൊണ്ടാണ്. എന്നാൽ ഈ 2 ദിവസം തിങ്കളും വ്യാഴവും നോമ്പ് സാധാരണ നോൽക്കുന്ന ദിവസങ്ങളിൽപ്പെട്ടതല്ലെങ്കിൽ ആ 2 ദിവസം ഒരിക്കലും നോൽക്കാതിരിക്കാറുമില്ല. അപ്പോൾ പ്രവാചകൻ അതിന്റെ കാരണം അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ ഇങ്ങനെ പതിവായിക്കൊണ്ട് ഒരമല് ചെയ്യുന്നത് ജീവിതത്തിൽ, അത് നോമ്പാണെങ്കിലും നിസ്കാരമാണെങ്കിലും ഇനി ബാക്കി ഏത് കർമ്മങ്ങളാണെങ്കിലും നിത്യമാക്കുക എന്നത് പ്രവാചകന്റെ ശീലമായിരുന്നു, പ്രവാചകന്റെ പതിവായിരുന്നു. അങ്ങനെ പതിവായി റമളാൻ കഴിഞ്ഞു, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത റമളാൻ വരെ അല്ല നമ്മുടെ മരണം വരെ നാം പഠിച്ച നാം ശീലിച്ച നല്ല കാര്യങ്ങൾ പിന്തുടർന്നുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ അതുവഴി നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ഒന്നാമതായി അള്ളാഹുവിന്റെ മഹബ്ബത്ത്, അള്ളാഹുവിന്റെ പ്രീതി നമുക്ക് ലഭിക്കുന്നു എന്നതാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാം, وما يزال عبدي يتقرب إلي بالنوافل حتى أحبه. ഒരു മനുഷ്യൻ ഫർള് നമസ്കരിക്കുന്നു, ആ ഫർള് നമസ്കരിച്ചു കഴിഞ്ഞാൽ സുന്നത്തും നമസ്കരിക്കുന്നു. ഇങ്ങനെ ഫർളും സുന്നത്തും ഫർളും സുന്നത്തും ഫർളും സുന്നത്തും പതിവായി നമസ്കരിച്ചു കൊണ്ടിരുന്നാൽ ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടും. അള്ളാഹുവിന്റെ മഹബ്ബത്ത് ലഭിക്കുന്നത് ഫർളായ നമസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്തായ നമസ്കാരങ്ങൾ കൂടി നിർവഹിക്കുന്നതിലൂടെയാണ്. ഐച്ഛികമായ കർമ്മങ്ങൾ, നിർബന്ധമായ കർമ്മങ്ങൾക്ക് പുറമെ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ മഹബ്ബത്ത് ലഭിക്കുന്നു. ഒരിക്കൽ ചെയ്യലല്ല, പതിവായി ചെയ്യലാണ്. ഇതേപോലെ ഇഅ്ലമു അന്ന അഹബ്ബൽ അമലി ഇലല്ലാഹി അദ്വമുഹു വഇൻ ഖല്ല. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അറിയുക, ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തി അത് പതിവായി ചെയ്യുന്നതാണ്. കുറവാണെങ്കിലും ഒരു ദിവസം നിങ്ങൾ 11 നിസ്കരിച്ചു, പിന്നെ കുറെ ദിവസം നിസ്കരിക്കാതിരിക്കലല്ല. നിങ്ങൾക്ക് 11 രാത്രി നിസ്കരിക്കാൻ കഴിയുന്നില്ല, 5 ആണെങ്കിൽ പതിവായി ചെയ്യാൻ കഴിയുമോ? ആ 5 പതിവാക്കിക്കോ. അല്ല 3 പതിവാക്കാൻ കഴിയുമെങ്കിൽ 3 പതിവാക്കിക്കോ. ആ പതിവായി നിർവഹിക്കുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അപ്പൊ അള്ളാഹുവിന്റെ മഹബ്ബത്ത് ലഭിക്കാൻ കാരണമാണ് മുദാവമത്ത് അഥവാ പതിവായി ചെയ്യുക. റമളാനോടുകൂടി അവസാനിപ്പിക്കലല്ല, എല്ലാ മാസങ്ങളിലും നിരന്തരമായി താൻ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുന്നത് അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കുവാനുള്ള കാരണമാണ്. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിന്തുടരുന്നു എന്നതാണ് അതിന്റെ ഫലം. കാരണം വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അമില അമലൻ അസ്ബതഹു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അമൽ ചെയ്താൽ അത് അസ്ബതഹു യാനി ദാവമ അലൈഹി, അത് നബി അങ്ങ് നിലനിർത്തും, അതങ്ങ് പതിവാക്കും. അതാണ് പ്രവാചകന്റെ ചര്യ. നമ്മൾ ആ പ്രവാചകനെ പിൻപറ്റുന്ന അനുയായികളാണ് എങ്കിൽ ആ പ്രവാചകന്റെ മാതൃക പിന്തുടരണം. പ്രവാചകന്റെ മാതൃക പിന്തുടരണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രവാചകനെ പോലെ നാം ചെയ്യുന്ന അമലുകൾ നാം നിത്യമായി അനുഷ്ഠിച്ചു കൊണ്ടിരിക്കണം. കാന അമലുഹു ദീമ,
നബിയുടെ പ്രവർത്തനം പതിവായി ചെയ്യുന്നതായിരുന്നു. അയ്യുക്കും യുതീഖു മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുതീഖ്. ആയിഷ ബീവി ചോദിക്കുക, നബിനെ പോലെ ആർക്കാ ചെയ്യാൻ കഴിയാ? നബി ചെയ്യുന്ന ഒരു കാര്യം ആ ഒരു ദിവസം ചെയ്ത് നിർത്തുന്നതല്ല, അതങ്ങ് പതിവാക്കും നബി. അതായിരുന്നു നബിയുടെ പതിവ്. അപ്പൊ ആ പതിവാണ് നമ്മൾ പിന്തുടരേണ്ടത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പതിവായി ചെയ്യാൻ കഴിയുന്നവ ചെയ്യുക, അത് പതിവാക്കുകയും ചെയ്യുക എന്നത്. മൂന്നാമത്തെ നേട്ടം തൻളീമുൽ വഖ്ത്, നമ്മുടെ സമയം, ഒരു ടൈം മാനേജ്മെന്റ്. അതേപോലെ തന്നെ മടുപ്പില്ലാതിരിക്കാൻ, ആവർത്തിച്ച് ചെയ്യുമ്പോൾ മടുപ്പില്ലാതിരിക്കുക, ഈ രണ്ടു കാര്യം പ്രധാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാമൽ ലൈലത ഹത്ത സ്വബാഹ്, നബി ഒരു രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചത് ഞാൻ കണ്ടിട്ടില്ല എന്ന്. അങ്ങനെ നിസ്കരിച്ചാലും മടുപ്പ് വരും. അതുകൊണ്ട് മടുക്കോളം നിസ്കരിക്കാൻ പാടില്ല. മടുപ്പ് വന്നാ പിന്നെ മനുഷ്യനത് താല്പര്യം കുറയും. പിന്നെ അത് ചെയ്യാനുള്ള താല്പര്യം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് ചെയ്യാതായി പോകും. ആ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പ്രവാചക ചര്യ പരിശോധിച്ചാൽ ഒരു രാത്രി മുഴുവനും റസൂൽ നിന്ന് നമസ്കരിച്ചത് കണ്ടിട്ടില്ല. വമാ സാമ ശഹ്റൻ മുതതാബിഅൻ ഇല്ലാ റമളാൻ, റമളാൻ അല്ലാത്ത ഒരു മാസവും പൂർത്തിയായി റസൂലുള്ള നോമ്പ് അനുഷ്ഠിച്ചതും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ നോമ്പ് അനുഷ്ഠിച്ചാൽ പിന്നെ മടുപ്പ് വരും. മടുപ്പ് വന്നാൽ പിന്നെ അത് മുറിഞ്ഞു പോകും. റസൂലുള്ളാന്റെ അടുക്കൽ ആദ്യകാലത്ത് ആവേശത്തോടെ ചില സഹാബികൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. രാത്രി നേരം പുലരുവോളം നമസ്കരിക്കും, അതേപോലെ പകലെന്നും നോമ്പനുഷ്ഠിക്കും. പ്രവാചകന്റെ അടുക്കൽ അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസിയുടെ ഭാര്യ വന്ന് പരാതി പറഞ്ഞു, ഞാൻ എന്തിനാണ് നബിയെ അയാളുടെ കൂടെ ഒരു ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നത്? അയാൾ പകലെന്നും നോമ്പാണ്, രാത്രിയെന്നും നേരം പുലരുവോളം നിസ്കാരവും പ്രാർത്ഥനയുമാണ് എന്ന് പരാതി പറഞ്ഞപ്പോൾ റസൂലുള്ള വിളിപ്പിച്ചു അബ്ദുല്ലാഹിബ്നു അംറിനെ, അലം ഉഖ്ബർ അന്നക തഖൂമുൽ ലൈല കുല്ല വതസൂമുദ് ദഹ്റ കുല്ല, എനിക്ക് നിന്നെപ്പറ്റി വിവരം കിട്ടിയല്ലോ, നീ രാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കുകയാണെന്ന്, അതേപോലെ നീ പകലെന്നും നോമ്പനുഷ്ഠിക്കുകയാണെന്ന്. അതേ നബിയെ, അതേ മറുപടി പറഞ്ഞു. നബി അനുമോദിക്കുകയല്ല ചെയ്തത്. ഇസ്ലാം നിശ്ചയിച്ചു തന്ന പരിധിക്കപ്പുറത്തേക്ക് പോവാൻ പാടില്ല. അത് മതരംഗത്തുള്ള തീവ്രതയാണ്. ആ തീവ്രത പാടില്ല. അവിടുന്ന് അവസാനം അദ്ദേഹത്തോട് പറഞ്ഞത്, അബ്ദുള്ള, ഞാൻ നിങ്ങളെക്കാളൊക്കെ അള്ളാഹുവിനെ പറ്റി അറിയുന്നവനാണ്. ഞാൻ രാത്രി ഉറങ്ങാറുണ്ട്, ഞാൻ രാത്രി നമസ്കരിക്കാറുമുണ്ട്, ഞാൻ ചില ദിവസങ്ങളിൽ നോമ്പെടുക്കാറുണ്ട്, ഞാൻ പല ദിവസങ്ങളിലും നോമ്പ് ഉപേക്ഷിക്കാറുമുണ്ട് എന്ന് പ്രവാചകൻ അദ്ദേഹത്തോട് പഠിപ്പിക്കുന്നു. ഫൈനലി ഐനിക അലൈക ഹഖ്ഖാ വൈനലി ജസദിക അലൈക ഹഖ്ഖാ വൈനലി സൗജിക അലൈക ഹഖ്ഖാ വഅഅതി കുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖാ. നിനക്ക് നിന്റെ കണ്ണിനോട് കടമയുണ്ട്, അത് നീ നിർവഹിക്കണം. കണ്ണടച്ച് കിടക്കണം, ഉറങ്ങണം. നിന്റെ തടിയോട്, ശരീരത്തോട് കടമയുണ്ട്, നീ വിശ്രമിക്കണം. തടിയെ ക്ഷീണിപ്പിക്കരുത്, വിശ്രമമെടുക്കണം, അത് നീ നിർവഹിക്കണം. നിനക്ക് നിന്റെ ഭാര്യയോട് കടമയുണ്ട്, കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഭാര്യയോടുള്ള ധർമ്മം, കടമ നിറവേറ്റണം. അതുകൊണ്ട് തന്നെ ആ ഭാര്യയെ ഒരു മൂലക്കാക്കി നീ ഒരു മൂലയിൽ പ്രാർത്ഥനയുമായി ചടഞ്ഞുകൂടിയാൽ പോരാ. അതേപോലെ വഅഅതി കുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖാ, ആരോടൊക്കെ നിനക്ക് കടമകളും കടപ്പാടുകളുമുണ്ടോ അവരോടൊക്കെയുള്ള കടമകളും കടപ്പാടുകളും നീ നിർവഹിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്. നബിയെ, എനിക്ക് നോമ്പ് അനുഷ്ഠിക്കണമെന്നും പറ്റില്ല. എന്നാൽ അദ്ദേഹം നബിയോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം നബി പറഞ്ഞു, നിനക്ക് കഴിയില്ല കേട്ടോ. ഒടുവിൽ പറഞ്ഞത് എന്നാ ഒന്നിടവിട്ട ദിവസങ്ങളിൽ സൗമു ദാവൂദ് വദാലിക സിയാമുദ് ദഹർ. ദാവൂദ് നബി നോറ്റിരുന്നത് അങ്ങനെയാണ്. ഒരു ദിവസം നോമ്പെടുക്കും, പിറ്റേന്ന് ഒഴിവാക്കും, പിറ്റേന്ന് നോമ്പ്, പിറ്റേന്ന് ഒഴിവാക്കും, പിറ്റേന്ന് നോമ്പ്, പിറ്റേന്ന് ഒഴിവാക്കും. അതാണ് സിയാമുദ് ദഹർ. ഒരു കൊല്ലം മൊത്തം ഉള്ള നോമ്പ് എന്ന് പറയുന്നത് അതാണ്. അതിൻ്റെ അപ്പുറം പറ്റൂല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് പ്രായമായപ്പോൾ
അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ കഴിയാതെ വന്നു. അന്ന് അദ്ദേഹം പ്രയാസപ്പെട്ടു. അദ്ദേഹം ഓർത്തുപോയി, റസൂലുള്ള എന്നോട് പറഞ്ഞത് ഞാൻ അന്ന് കേട്ടിരുന്നെങ്കിൽ, ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഈ വിഷമം വരുമായിരുന്നില്ല. അപ്പൊ മനുഷ്യന്റെ കഴിവിന്റെ അപ്പുറത്ത് എന്ത് ചെയ്യരുത്? ഏറ്റെടുക്കരുത്, ചെയ്യരുത്. ചെയ്യുന്നത് തുടർച്ചയായി ചെയ്യാൻ കഴിയുന്നതാകണം. രോഗമോ അതുപോലത്തെ കാരണങ്ങളാലോ അല്ലാതെ ഉപേക്ഷിക്കാൻ കാരണമാവും മടുപ്പ് കൂടിയാൽ എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ഈ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തിയിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ അബ്ദുല്ലാഹിബ്നു അംറിനോട് പറഞ്ഞതുപോലെ മറ്റ് പല ആളുകളോടും അദ്ദേഹത്തോട് തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ലാ തകുൻ മിസ്ല ഫുലാനിൻ, നീ ഇന്ന ആളെപ്പോലെ ആകരുത്. ഫകാന യഖൂമുൽ ലൈല ഫതറക ഖിയാമൽ ലൈൽ, അയാൾ രാത്രി നമസ്കരിക്കാറുണ്ടായിരുന്നു, പിന്നെന്ത് ചെയ്തു? രാത്രി നമസ്കാരം അയാൾ ഒഴിവാക്കി എന്ന് പറഞ്ഞ ആവേശത്തിന് കുറേ നിന്ന് നമസ്കരിച്ചു. പിന്നെ മടുപ്പ് വന്നപ്പോൾ അത് ഒഴിവാക്കി. ഇതുപോലെ ആവേശത്തിന് നീ കുറെ നോമ്പെടുത്ത് കുറച്ചു കഴിഞ്ഞാൽ മടുപ്പ് വരും, പിന്നെ നീ അത് ഒഴിവാക്കും. അങ്ങനെ സംഭവിക്കരുതേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഒരിക്കൽ ആയിഷ നബി കടന്നു വരുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹാന്റെ അടുക്കൽ ഒരു സ്ത്രീ ഇരുന്ന് സംസാരിക്കുന്നു. നബി ആ സംസാരം കേട്ടു. നബി ചോദിച്ചു, ആരാണത്? അത് ഇന്ന ആളാണ്. എന്താ പറയുന്നത്? അവര് നിസ്കാരമൊക്കെ കൂടി അവരിന്നോട് പറയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹ് അലൈക്കും ബിമാ തുതീഖൂൻ, എന്താണിത്? അവനാണ് കഴിയുന്നത് ചെയ്താൽ മതി, നിങ്ങൾക്ക് കഴിയാത്തത് നിങ്ങൾ ചെയ്യരുത്. അള്ളാഹുവാണ് സത്യം, നിങ്ങൾ മടുക്കുന്നത് വരെ അള്ളാഹ്ക്ക് മടുക്കൂല. നിങ്ങൾക്ക് മടുപ്പ് തോന്നിക്കഴിഞ്ഞാൽ പടച്ചോ നിങ്ങളോട് മടുപ്പ് തോന്നും. ആ അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത്. അപ്പൊ ഒരു പെണ്ണ് വന്നിട്ട് ആ പെണ്ണ് നിസ്കരിക്കണ നിസ്കാരം, അതിന്റെ റക്കഅത്തുകളുടെ എണ്ണോ അതിന്റെ വണ്ണോ അതിന്റെ വലുപ്പവും എല്ലാം കൂടി ഇങ്ങനെ വർണ്ണിച്ചു കൊടുക്കുകയാണ് ആയിഷ ബീവിക്ക്. അത് നിലനിൽക്കുന്നതല്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നിയപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, അപ്പോഴാണ് നബി ആക്ഷേപിച്ചു പറഞ്ഞത്, കഴിയണത് ചെയ്താൽ മതി, കഴിയാത്തത് ചെയ്യരുത് എന്ന്. ഇതേപോലെ ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ മടുപ്പുണ്ടാകുന്ന നിലക്കാകരുത് എന്നുള്ളതാണ്. നാലാമത്തെ നേട്ടം, പതിവായി സുന്നത്തായ കാര്യങ്ങൾ നിർവഹിക്കുന്നത് നമ്മുടെ ഫർദ് നമസ്കാരങ്ങളുടെ കുറവുകൾ നികത്താൻ സഹായിക്കും. ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു, ഒരു മനുഷ്യനെ പരലോകത്ത് അല്ലാഹ് വിചാരണ ചെയ്യുമ്പോൾ ആദ്യം വിചാരണ ചെയ്യുന്നത് അവന്റെ നമസ്കാരത്തെ കുറിച്ചാണ്. ആ നിസ്കാരത്തിൽ ഇന്നത് സ്വീകരിക്കപ്പെടുന്നില്ല, ഇന്നത് വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾ ചെയ്തിട്ടില്ല, അതിനെന്താണ് പരിഹാരം? ആ സമയത്ത് അല്ലാഹ് പറയാണ്, എൻ്റെ ഈ അടിമ വല്ല സുന്നത്ത് നമസ്കാരവും നിർവഹിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ. അപ്പൊ അയാൾ സുന്നത്ത് നമസ്കരിച്ചിട്ടുണ്ട്, ആ സുന്നത്ത് നമസ്കാരം ഫർദിന്റെ സ്ഥാനത്തേക്ക് വെക്കുന്നു. അങ്ങനെ ആ ഫർദിന്റെ ഷോർട്ട് അവിടെ പരിഹരിക്കുന്നു. അപ്പോ ഫർദിന്റെ കൂടെ സുന്നത്തായ നമസ്കാരങ്ങൾ പതിവാക്കിയാൽ ഫർദ് നമസ്കാരങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ വരുന്ന ഷോർട്ട് ഈ സുന്നത്ത് നമസ്കാരങ്ങൾ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു പരിഹരിച്ചു തരുന്നുവെന്നാണ് ഹദീസിൽ നമുക്ക് കാണാവുന്നത്. അപ്പൊ ഫർദ് നമസ്കാരങ്ങളുടെ കൂടെ സുന്നത്ത് നമസ്കാരങ്ങളും പതിവാക്കുകയാണെങ്കിൽ അത് പ്രതിഫലം ലഭിക്കുന്നു എന്ന് മാത്രമല്ല, ഫർദിന്റെ ഷോർട്ട് പരിഹരിക്കാൻ അത് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അഞ്ചാമത്തെ നേട്ടം, അമല് സ്വാലിഹ് പതിവായി ചെയ്യുമ്പോ അത് ചെയ്യാനുള്ള ഒരു പ്രയാസമില്ലായ്മ, ഒരു പ്രയാസരാഹിത്യം, എളുപ്പം, ഉന്മേഷം, താല്പര്യം നമുക്കുണ്ടാവുന്നു എന്നുള്ളതാണ്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, നമ്മുടെ മാർഗത്തിൽ ആര് പരിശ്രമിക്കുന്നു അയാൾക്ക് നാം മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കും എന്ന്. അപ്പൊ അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ ബുദ്ധിമുട്ടിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ
പിന്നെ ആ കാര്യങ്ങൾ ചെയ്യുക എന്നത് ബുദ്ധിമുട്ടായിട്ട് തോന്നൂല. ഇപ്പൊ സുന്നത്ത് നിസ്കരിച്ച് ശീലല്ലാത്തവന് ഇടയ്ക്കെപ്പോഴെങ്കിലും 2 റക്അത്ത് ഒരു സുന്നത്ത് നിസ്കരിക്കേണ്ടി വന്ന ഒരു പ്രയാസത്തോടുകൂടി അതങ്ങ് ചെയ്യും. പിന്നെ അത് ചെയ്യാൻ തോന്നൂല. നേരെ മറിച്ച് തൻ്റെ ജീവിതത്തിൽ സുന്നത്ത് നമസ്കാരങ്ങൾ പതിവാക്കിയ ആൾക്ക് ഫർദ് നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിക്കഴിഞ്ഞ് അവിടെ നിന്ന് അസ്തഗ്ഫിറുല്ലാ പറഞ്ഞ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ അതിനുശേഷമുള്ള ദിക്റുകൾ ചൊല്ലി ആയത്തുൽ കുർസി ഓതി മുഅവ്വദതൈനി മുഅവ്വിദാത്ത് ഖുൽ ഹുവല്ലാഹു അഹദു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഇതും ഓതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടൻ എഴുന്നേറ്റുകൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാതെ അയാൾക്ക് ആ മുസല്ലയിൽ നിന്ന് ആ പള്ളിയിൽ നിന്ന് നിസ്കാര സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് പോകാൻ കഴിയില്ല. അത് അയാളുടെ ജീവിതത്തിൽ ഒരു ശീലമായി മാറി. ഫർദ് നമസ്കരിക്കുന്നത് പോലെ സുന്നത്ത് നമസ്കാരം അതിൻ്റെ കൂടെ ശീലിച്ചതുകൊണ്ട് അത് ചെയ്യുന്നത് ഒരു അധിക ഭാരമായി, ഒരു ഓവർലോഡായി ഒരിക്കലും തോന്നില്ല. അപ്പൊ പതിവാക്കിയാലുള്ള നേട്ടം, ആ കർമ്മങ്ങൾ ചെയ്യാനുള്ള എളുപ്പവും ലാളിത്യവും അയാൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഒരാൾ സ്വയം ക്ഷമിക്കുകയാണെങ്കിൽ അല്ലാഹ് അയാൾക്ക് ക്ഷമ നൽകുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 6ാമത്തെ നേട്ടം അമലു സ്വാലിഹ്, പതിവായി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പതിവായ പ്രവർത്തനത്തിന് അയാൾക്ക് പ്രതിഫലം നഷ്ടപ്പെടാതെ ലഭിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ ഇദാ മരിളൽ അബ്ദു ഔ സാഫറ കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സഹീഹൻ. ഒരു മനുഷ്യൻ ഒന്നുകിൽ രോഗിയായി അല്ലെങ്കിൽ യാത്രക്കാരനാണ്. രോഗവും യാത്രയുമില്ലാത്ത സമയത്ത് ചെയ്ത് ശീലിച്ച നല്ല കാര്യങ്ങൾ, ആ കാര്യങ്ങൾ യാത്രയിൽ അയാൾക്ക് ചെയ്യാൻ അവസരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ രോഗിയായി കിടക്കുമ്പോൾ ചെയ്യാൻ അയാൾക്ക് കഴിയുന്നില്ല. പക്ഷെ അയാൾ പതിവായി ചെയ്തിരുന്ന ആളായതുകൊണ്ട് കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സഹീഹ, ആരോഗ്യവാനായിരുന്നപ്പോൾ ചെയ്തിരുന്നത് എന്തൊക്കെയാണോ ആ കർമ്മങ്ങൾ ചെയ്യുന്നവന് ലഭിക്കുന്ന പ്രതിഫലം, അയാൾ ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾക്ക് കിട്ടിയിരുന്ന പ്രതിഫലം ഒന്നും കുറയാതെ അയാളുടെ അക്കൗണ്ടിലേക്ക് അല്ലാഹു നൽകുന്നു. അയാൾ വീട്ടിൽ മുഖീമാണ്, വീട്ടിൽ താമസിക്കുമ്പോൾ അയാൾ ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ യാത്രയിലായപ്പോൾ അയാൾക്ക് കഴിയുന്നില്ല. അപ്പൊ അല്ലാഹു തആല യാത്രയിലായി എന്നുള്ളത് കൊണ്ട് അയാൾ വീട്ടിലിരിക്കുമ്പോ, നാട്ടിലായിരിക്കുമ്പോ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ, പതിവായി ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ, അതിന് ലഭിച്ചിരുന്ന പ്രതിഫലം എന്താണോ ആ പ്രതിഫലം ഒട്ടും കുറവില്ലാതെ അയാൾക്ക് നൽകുന്നു എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ റമളാനിന് ശേഷവും റമളാനിലും ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മരണം വരെ പതിവായി ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം അതാണ്. അതേപോലെ മാമിൻ ഇംറിൻ തകൂനു ലഹു സ്വലാത്തുൻ ബിലൈലിൻ, ഒരു മനുഷ്യൻ രാത്രിയിൽ നമസ്കരിക്കുന്ന നിസ്കാരം ഒരു ദിവസം ഫഗലബഹു അലൈഹി നൗം, അയാളങ്ങ് ഉറങ്ങിപ്പോയി. സുബഹിന്റെ ബാങ്ക് കേട്ടിട്ടാ ഉണരുന്നത്. അപ്പൊ അയാൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ, വിത്ർ നിസ്കരിക്കാൻ സമയം കിട്ടിയില്ല. അങ്ങനെ വന്നാൽ ഇല്ലാ കതബല്ലാഹു ലഹു അജ്റ സ്വലാത്തിഹി, അയാളുടെ കാരണത്താൽ അല്ല നിസ്കരിക്കാൻ കഴിയാതിരുന്നത്. നിസ്കരിക്കണം, ഉണരണം, എഴുന്നേൽക്കണം എന്നയാൾക്കുണ്ടായിരുന്നു. പക്ഷേ അയാൾ ഉറങ്ങിപ്പോയി. ഉറക്കയാളുടെ നിയന്ത്രണത്തിലല്ല. അയാൾക്ക് രാത്രി നിസ്കരിച്ച കൂലി അല്ലാഹു കൊടുക്കും. വകാന നൗമുഹു സ്വദഖതൻ അലൈഹി, അന്ന് അയാൾക്ക് കിട്ടിയ ഉറക്ക് ആ നിസ്കാരത്തിന്റെ കൂലിക്ക് പുറമെ ഒരു സ്വദഖയായി, ഒരു ദാനമായി, ഒരു സമ്മാനമായി അള്ളാഹുവിങ്കൽ നിന്ന് അയാൾക്ക് ലഭിച്ചതായി പരിഗണിക്കപ്പെടുകയും ചെയ്യും. പതിവായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഒരാൾ അമലുകൾ നിത്യമായി മുറിയാതെ കാലാകാലം ചെയ്താലുള്ള നേട്ടങ്ങൾ ഇനിയും എണ്ണിപ്പറയാനുണ്ട്.
ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഒരാൾക്ക് നഷ്ടപ്പെട്ടത് എന്താണോ അത് തിരിച്ചു പിടിക്കാൻ കഴിയുന്നു എന്നുള്ളത്. ഒരു ഉദാഹരണം റസൂലുള്ള പറഞ്ഞു, മൻ നാമ അൻ ഹിസ്ബിഹി ഔ അൻ ശൈഇൻ മിൻഹു ഫഖറഅഹു ഫീമാ ബൈന സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ ളുഹർ കുതിബ ലഹു കഅന്നമാ ഖറഅ മിനൽ ലൈൽ. രാത്രി പതിവായി 1, 2, 3 ജുസു ഓതുന്ന ഒരാളുണ്ട്. ഒരു ദിവസം അയാൾക്ക് ഓതാൻ കഴിഞ്ഞില്ല. അപ്പൊ അയാള് തന്റെ ആ പതിവ്, ആ ഹിസ്ബ് നഷ്ടപ്പെട്ടല്ലോ. അപ്പൊ സുബഹിന്റെ ശേഷം ളുഹറിന്റെ ഇടക്കുള്ള സമയത്ത് അയാൾ അത് ഓതിയാൽ, അയാള് രാത്രി ഓതിയാൽ കിട്ടുന്ന സാധാരണ കിട്ടുന്ന കൂലി എന്താണോ അത് അള്ളാഹുവിന് കൊടുക്കും. ഇത് എപ്പോഴെങ്കിലും ചെയ്യണവർക്കുള്ളതല്ല, ചെയ്യുന്നത് പതിവാക്കുന്നവർക്കുള്ളതാണ്. അപ്പൊ ഈ നൈരന്തര്യ സ്വഭാവം ആരാധനകളിൽ, പുണ്യകർമ്മങ്ങളിൽ, സൽക്കർമ്മങ്ങളിൽ നമുക്കുണ്ടാവണം എന്നർത്ഥം. ഇതേപോലെ തന്നെ 8ാമത്തെ കാര്യം, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും പതിവായി നാം ഇത്തരം പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെട്ടാൽ എന്നത്. തഅറഫ് ഇലല്ലാഹി ഫിർറഖാ യഅരിഫ്ക ഫിശ്ശിദ്ദ. ഇബ്നു അബ്ബാസിന് റസൂലുള്ള പ്രത്യേകം നൽകിയ ഉപദേശത്തിൽ കാണാം, നിനക്ക് നല്ല സന്തോഷവും സുഖവും ആശ്വാസവും ഉള്ളപ്പോ നീ അള്ളാനെ ശരിക്കും ഓർക്കുക. പലരും അതൊക്കെ ഉള്ളപ്പോ അള്ളാനെ മറക്കും. ഒരിടങ്ങേറ്, ബുദ്ധിമുട്ട്, പ്രയാസം, രോഗം, കഷ്ടപ്പാട്, സാമ്പത്തിക നഷ്ടം, വിഷമം, ഇതൊക്കെ വരുമ്പോ അള്ളാന്ന് പറയും. അപ്പൊ അള്ളാന് ഓർമ്മ ഉണ്ടാവും. അങ്ങനെയല്ല, നിനക്ക് നല്ല സൗകര്യവും സന്തോഷവും ഉള്ളപ്പോ നീ അള്ളാനെ ഓർക്കുക. അങ്ങനെ നീ അള്ളാനെ ഓർത്ത് അള്ളാനോടുള്ള കടമ നീ നിർവഹിച്ചാൽ യഅരിഫ്ക ഫിശ്ശിദ്ദ, നിനക്ക് വിഷമം, ബുദ്ധിമുട്ട്, ദുരിതം, പ്രയാസം, അപകടം നേരിടുമ്പോ അള്ള നിന്നെ അറിയും. നിനക്ക് സന്തോഷമുള്ളപ്പോ അള്ളാനെ മറന്നില്ല, അവ ബുദ്ധിമുട്ടുള്ളപ്പോ അള്ള നിന്നെ മറക്കൂല എന്ന്. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഇതുപോലെ നമുക്ക് എണ്ണിപ്പറയാനുണ്ട്. ഞാൻ എൻ്റെ സംസാരം ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഇനി നോൽമ്പും രാത്രി നിസ്കാരവും അടുത്ത റമളാനിലല്ലേ ഉള്ളൂ എന്ന് മുസ്ലിം സമുദായം വിചാരിക്കാൻ പാടില്ല. ഈ റമളാനിൽ നോമ്പെടുത്ത പോലെ, രാത്രി നമസ്കരിച്ച പോലെ, ഖുർആൻ ഓതിയ പോലെ, ദാനധർമ്മങ്ങൾ ചെയ്തതുപോലെ, മറ്റ് പുണ്യകർമ്മങ്ങൾ ചെയ്തതുപോലെ, ഒരുപാട് സൽക്കർമ്മങ്ങളിൽ ഏർപ്പെട്ട പോലെ റമളാൻ കഴിഞ്ഞാലും അത് നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കണം. നമസ്കാരമാണെങ്കിലും, നോമ്പാണെങ്കിലും, ദാനധർമ്മങ്ങളാണെങ്കിലും, ഖുർആൻ പാരായണമാണെങ്കിലും, മറ്റ് ഏതേത് സൽക്കർമ്മങ്ങളാണെങ്കിലും അത് റമളാനിലേക്ക് മാത്രമായി നിശ്ചയിക്കപ്പെട്ടതല്ല. അങ്ങനെ ഒരു സമ്പ്രദായം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഈ കർമ്മങ്ങളൊക്കെ മനുഷ്യന്റെ ജീവിതം മുഴുവൻ, മരണം വരെ അവൻ തുടർന്നുകൊണ്ടിരിക്കും. നമ്മുടെ റമളാനേ നമ്മോട് വിട പറഞ്ഞിട്ടുള്ളൂ. റബ്ബു റമളാൻ, റമളാനിന്റെ റബ്ബ് നമ്മിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ആ റബ്ബ് റമളാനിലെ റബ്ബാണ്, ശവ്വാലിലെ റബ്ബ് റമളാനിലെ റബ്ബാണ്, മറ്റെല്ലാ മാസങ്ങളിലെയും റബ്ബ്. റമളാനിൽ പ്രതിഫലം തരുന്ന റബ്ബാണ്, എല്ലാ മാസങ്ങളിലെ പ്രവർത്തനങ്ങളും കണക്കാക്കുന്ന റബ്ബ്. അതുകൊണ്ട് ആ റബ്ബിനെ മറക്കാൻ പാടില്ല. فمن كان يعبد رمضان فإن رمضان مضى ومن كان يعبد الله فإن الله حي لا يموت. റമളാനിനെയാണ് ആരെങ്കിലും ആരാധിക്കുന്നതെങ്കിൽ റമളാൻ കഴിഞ്ഞുപോയി. അല്ല, അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അള്ള എന്നെന്നുമുള്ളവനാണ്. ആ ഓർമ്മയിൽ ആ അള്ളാഹ്ക്കുള്ളത് വീഴ്ച വരുത്താതെ, കുറവ് വരുത്താതെ നിരന്തരമായി നിർവഹിക്കുക. നിർവഹിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങളാണ്, അതിൽ ചിലതാണ് 8 കാര്യങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞിട്ടുള്ളത്. അത് വലിയ ഒരു ഭാഗ്യമാണ് നമുക്ക്.
ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഓർക്കേണ്ടത്, ഇപ്പൊ നമ്മളെ റമളാന്റെ കഥ എന്താ നമുക്ക് പറയാൻ പറ്റൂ? നമ്മളെ നോമ്പൊക്കെ അല്ല സ്വീകരിച്ചോ? നമ്മളെ തറാവീഹ് നമസ്കാരം അല്ല സ്വീകരിച്ചോ? നമ്മളെ എഴുത്തിക്കാഫ് അല്ല സ്വീകരിച്ചോ? നമ്മളെ ഉംറ അല്ല സ്വീകരിച്ചോ? നമ്മുടെ മറ്റ് ദാനധർമ്മങ്ങളല്ല സ്വീകരിച്ചോ? അത് അറിയണമെങ്കിൽ സച്ചരിതരായ മുൻഗാമികൾ പറയുന്നത് റമളാന്റെ ശേഷമുള്ള നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അതറിയാം എന്ന് പറഞ്ഞാൽ, റമളാനിൽ നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള ആ സൽക്കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ റമളാനിന്റെ ശേഷവും നിങ്ങളിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങളുടെ റമളാൻ മഖ്ബൂൽ, സ്വീകരിക്കപ്പെട്ടതാണ്. പക്ഷെ റമളാൻ കഴിഞ്ഞു, പിന്നെ നിങ്ങൾ നേരെ ഇതുവരെയുള്ളതിന് വിരുദ്ധമായ ജീവിതം, നിങ്ങളുടെ റമളാൻ മർദൂദാണ്, അത് സ്വീകരിക്കപ്പെട്ടിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് മുൻഗാമികളായ ഒരാളല്ല പലരും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതം ഉൽട്ടയാകരുത്. ഫലാ തകൂനൂ കല്ലതീ നഖലത് ഗസ്ലഹാ, നിങ്ങൾ ആരെ പോലെയാവരുത്. അവിടെ ഒരു പെണ്ണുണ്ടായിരുന്നു, റൈത്ത ഉമ്മു സഅദ് എന്നായിരുന്നു അവളുടെ പേര്. ഒരു പൊട്ടിപ്പെണ്ണ്, അവളും അവളുടെ കൂടെ 3-4 പെണ്ണുങ്ങളും കൂടിയിട്ട് രാവിലെ മുതൽക്ക് തുടങ്ങും കയറ് പിരിക്കാൻ. എന്നിട്ട് പിരിച്ചു ഉച്ചവരെ നല്ല ഉറപ്പുള്ള ചൂടി പിരിച്ചുണ്ടാക്കി ഉച്ചയാവുമ്പോ പറയും പിരിയൊക്കെ ഉടക്കാൻ. അങ്കാസൻ പിരിയൊക്കെ ഉടച്ചിട്ട് പഴയ പോലെ ആവും. ഇതുപോലെ വലാ തകൂനൂ, നിങ്ങളാവരുത് കല്ലതീ നഖലത് ഗസ്ലഹാ, ആ പെണ്ണിനെ പോലെ. റമളാനിൽ നിങ്ങൾ പിരിമുറുക്കി, ശവ്വാലാവുമ്പോ പിന്നെ ആ പിരിയൊക്കെ ഉടച്ച്. ആ ആയത്ത് ഇറങ്ങിയത് മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് എന്ന് പറഞ്ഞാൽ, ചില ആളുകളുമായി ഗോത്രക്കാരുമായി കരാറുണ്ടാക്കും. ആ കരാറിൽ നിൽക്കുമ്പോഴാണ് വേറെ ഗോത്രക്കാര് അതിനേക്കാൾ നല്ലൊരു ഡിമാൻഡുമായി വരുന്നത്. അപ്പൊ ആദ്യത്തെ കരാർ അങ്ങ് ലംഘിച്ചിട്ട് ബരേറ്റ് കരാറിൽ ഏർപ്പെടും. ഈ പരിപാടിയാണ് പാടില്ല എന്ന് പറഞ്ഞു. അള്ളാഹിനോട് കുറെ കരാർ നമ്മൾ ചെയ്തു, അള്ളാഹുവുമായി നമ്മൾ ബന്ധം സ്ഥാപിച്ചു. നമ്മുടെ വിശ്വാസത്തിന്റെ കയർ, നമ്മുടെ നമസ്കാരത്തിന്റെ കയർ, നമ്മുടെ നോമ്പിന്റെ കയർ, നമ്മുടെ സകാത്തിന്റെ കയർ, നമ്മുടെ ഇഅ്തികാഫിന്റെ കയർ, നമ്മുടെ ഉംറയുടെ കയർ, നമ്മുടെ ദാനധർമ്മങ്ങളുടെ കയർ, നമ്മുടെ പുണ്യകർമ്മങ്ങളുടെ കയർ, നമ്മുടെ ജീവിതത്തിലെ നന്മയുടെ കയർ നാം പിരിച്ച് ശക്തമാക്കി, ബലിഷ്ഠമാക്കി. അത് റമളാൻ കഴിഞ്ഞോടുകൂടിയിട്ട് ആ പിരിയൊക്കെ ഉടച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനെ ഇത് ചെയ്തത്? ആ അവസ്ഥ ആകരുത്, ആ അവസ്ഥയിലേക്ക് തിരിച്ചു പോകരുത്. റമളാനിൽ കിട്ടിയിട്ടുള്ള ജീവിതത്തിലേക്ക് കിട്ടിയിട്ടുള്ള ഈ വെളിച്ചം, ജീവിതത്തിലേക്ക് കിട്ടിയിട്ടുള്ള ഈ ബോധം, ഈ തഖ്വ, അത് നിലനിർത്തണം. ഒരു കാര്യം സഹാബത്തിനെ സംബന്ധിച്ച് ഏറ്റവും വിഷമമുണ്ടാക്കിയ ഒരു കാര്യം, ഒരു അമല് ചെയ്യുക, അത് പതിവാക്കി ചെയ്യുക എന്നതല്ല, അതിനേക്കാൾ അപ്പുറം അവർക്കുണ്ടാക്കിയ ഹമ്മ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വല്ലദീന യുഅ്തൂന മാ അതൗ വഖുലൂബുഹും വജിലാ, വല്ലദീന യുഅ്തൂന മാ അതൗ വഖുലൂബുഹും വജിലാ, വല്ലദീന യുഅ്തൂന മാ അതൗ, കൊടുക്കണത് അവരിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു, അവരുടെ ഹൃദയം പേടിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞ പേടിച്ചുകൊണ്ടാണ് അവർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവർ തങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലേണ്ടവരാണല്ലോ എന്ന് ഓർത്തിട്ടാണ് അവർക്കുള്ള പേടി. അപ്പൊ ഈ ആയത്തിറങ്ങിയപ്പോ ആയിഷ ബീബി ചോദിക്കുക, നബിയെ, ഖാലത്ത് ആയിഷ, അഹുമുൽ ലദീന യശ്റബൂനൽ ഖംറ വയസ്രിഖൂൻ? ഖാല ലാ യബ്നത സിദ്ദീഖ്. അല്ല നബിയെ, എന്താണ് ഇവർ കള്ളു കുടിക്കണോലായിരുന്നോ? അവർ കള്ളുകുടിക്കുന്ന ആളുകളായിരുന്നോ? മോഷ്ടാക്കളായിരുന്നോ? എന്തിനാണോ ഈ പേടിക്കുന്നത് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല അബൂബക്കർ സിദ്ദീഖിന്റെ മോളെ, അവർ കള്ളു കുടിക്കണോലല്ല,
അവർ മോഷ്ടാക്കളല്ല. നേരെ മറിച്ച് വലാകിന്നഹുമുല്ലദീന യസൂമൂന വയുസല്ലൂൻ വയതസദ്ദഖൂന വഹും യഖാഫൂന അല്ലാ തുഖ്ബല മിൻഹും. അവർ നോമ്പെടുക്കുന്നവരും അവർ നമസ്കരിക്കുന്നവരും അവർ സകാത്ത് കൊടുക്കുന്നവരുമായിരുന്നു. പക്ഷേ അവർക്കുള്ള ഭീതി, അവരുടെ ഈ നിസ്കാരം സ്വീകരിക്കപ്പെടാതിരിക്കുമോ, അവരുടെ നോമ്പ് സ്വീകരിക്കപ്പെടാതിരിക്കുമോ, അവരുടെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതിരിക്കുമോ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ഈ ചെയ്ത അമൽ സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്നോർത്തുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്ത്? വല്ലദീന യൂതൂന മാ അതൗ വഖുലൂബുഹും വജിലാ വഅന്നഹും ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടക്കപ്പെടുന്നവരാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഭയത്തോടെയാണ് ദാനധർമ്മങ്ങൾ, മറ്റ് പുണ്യകർമ്മങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്. നല്ല നല്ല കാര്യങ്ങളിൽ അവർ ധൃതി കാണിക്കുന്നവരായിരുന്നു, നല്ല കാര്യങ്ങളിൽ മുന്നേറുന്നവരായിരുന്നു അവർ. അങ്ങനത്തെ ആളുകളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ചിന്ത ഇതാണ്. കാരണം ഞാൻ ഈ ചെയ്തത് സ്വീകരിക്കുമോ, ഞാനങ്ങ് ചെയ്തു, പടച്ചോൻ വേണമെങ്കിൽ സ്വീകരിച്ചോട്ടെ എന്ന നിലപാടല്ല. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇത് സ്വീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണ്? ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞ പോലെ ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ നിന്നാണ് സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിതത്തിൽ റബ്ബിനോടുള്ള കടമകളും കടപ്പാടുകളും കൃത്യമായി നിർവഹിച്ചവൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമാണ് മുത്തഖിയാവുക. അങ്ങനെയുള്ള മുത്തഖീങ്ങളിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. ഞാൻ ചെയ്ത അമൽ സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന് സച്ചരിതരായ മുൻഗാമികൾ, നബിയെ കണ്ട് നബിയിൽ നിന്ന് കേട്ട് നബിയിൽ വിശ്വസിച്ച് നബിയോടൊപ്പം ജീവിച്ച ആ ത്യാഗങ്ങളിലൊക്കെ തന്നെ പങ്കാളികളായ സഹാബികൾക്ക് പോലും പേടി ഉണ്ടായിരുന്നുവെങ്കിൽ, അവർ പോലും ഭയപ്പെട്ടിരുന്നുവെങ്കിൽ, നമ്മുടെ റമളാനിനെ പറ്റി, നമ്മുടെ രാത്രി നമസ്കാരത്തെപ്പറ്റി, നാം ചെയ്ത ത്യാഗങ്ങളെപ്പറ്റി, നാം ചെയ്ത മറ്റ് സൽക്കർമ്മങ്ങളെപ്പറ്റി ഇത് അല്ലാഹു സ്വീകരിക്കുമോ എന്നുള്ള ബേജാറ് നമ്മുടെ മനസ്സിലുണ്ടാവുകയും അല്ലാഹുവേ നീ ഇത് സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടാവുകയും മുത്തഖിയായി ജീവിക്കുകയും നമ്മുടെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ, കഴിഞ്ഞ ജീവിതത്തിൽ നേടിയത് അത് പ്രതിഫലിക്കുന്ന നിലക്ക് സൂക്ഷ്മതയോടുകൂടിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഈ ജീവിതം, നമ്മുടെ ഈ കർമ്മങ്ങൾ അത് അർത്ഥവത്തായി അതിൻ്റെ ഫലം നമുക്ക് നാളെ ശാശ്വതമായ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കും. സർവശക്തനായ അള്ളാഹു അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾ അവൻ നമുക്ക് പൊറുത്തു തരുമാറാവട്ടെ. ഈ കഴിഞ്ഞ റമളാനിൽ നേടിയെടുത്തിട്ടുള്ള നന്മകൾ പൂർണ്ണമായും സ്വീകരിക്കപ്പെട്ട് പ്രതിഫലം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. കഴിഞ്ഞ റമളാനിൽ ശീലിച്ച നല്ല ശീലങ്ങൾ ജീവിതത്തിലുടനീളം നിലനിർത്താൻ അള്ളാഹു നമുക്ക് സന്മനസ്സും തൗഫീഖും സാഹചര്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹാബതിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ പ്രസിഡന്റ് അഷ്റഫ് സായി അവറുകൾ, സെക്രട്ടറി ഹാഷിം അങ്കടിമുഗർ, ഇന്നത്തെ നമ്മുടെ അതിഥി ബഹുമാന്യ പണ്ഡിതൻ അബ്ദുറഹ്മാൻ സലഫി അവറുകൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ
ഒരു റമദാനും അതിനുശേഷം ഒരു ഈദും അതിനുശേഷം ഇന്ന് ഈ ഇസ്രായേൽ സെൻറ്ററിൻ്റെ ഓഡിറ്റോറിയത്തിൽ നമുക്ക് വീണ്ടും ഒത്തുചേരാൻ സാധിച്ചു. അൽഹംദുലില്ലാ. വളരെ അവിചാരിതമായിട്ടാണ് ബഹുമാന്യ പണ്ഡിതൻ അബ്ദുറഹ്മാൻ സലഫി ഇന്ന് നമ്മോടൊപ്പം ഇവിടെ, അതുപോലെ ഇതിനു മുമ്പ് ഈദ്ഗാഹിനും നമ്മോടൊപ്പം എത്തിച്ചേർന്നത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അൽഹംദുലില്ലാ നമുക്ക് വലിയ ഒരു സന്തോഷവും അതോടൊപ്പം തന്നെ വീണ്ടും ഈ പ്രബോധന പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് സജീവമാകാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് പ്രേരണയായിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. റമദാനിന് ശേഷം വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ, വിശ്വാസികൾക്കുണ്ടാവേണ്ട അവർ ഈ റമദാനിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു തഖ്വ വരുന്ന ജീവിതത്തിലുടനീളം അത് പുലർത്തി അള്ളാഹുവിന് ഏറ്റവും സന്തോഷമുള്ള രൂപത്തിൽ ജീവിച്ച് മരിക്കാനുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ ആ രൂപത്തിൽ വിശ്വാസി അവരുടെ ജീവിതം ക്രമപ്പെടുത്താൻ ആ ഒരു ഉപദേശം നമുക്ക് നൽകിയ ബഹുമാന്യ പണ്ഡിതൻ അബ്ദുറഹ്മാൻ സലഫിയോടുള്ള ആദരവും സ്നേഹവും അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത നമുക്കറിയാം പലരും ഇന്ന് മസ്കറ്റിന് പുറത്താണ്, നമുക്ക് ഹോളിഡേയ്സാണ്. ഈ ഇസ്ലാഹി സെൻറ്ററിൻ്റെ എളിയ ക്ഷണം സ്വീകരിച്ച് അതെല്ലാം ഒഴിവാക്കി ഈ സെൻറ്ററിൽ എത്തിച്ചേർന്ന ഓരോ അംഗങ്ങളെയും ഇസ്ലാഹി സെൻറ്ററിൻ്റെ പേരിൽ അവരോടുള്ള കൃതജ്ഞത അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രസിഡന്റ് ഒരുപാട് തിരക്കുകൾക്കിടയിലും ഈ പ്രോഗ്രാമിൽ എത്തിച്ചേരുകയും നമ്മുടെ ഓരോ ദഅ്വ പ്രവർത്തന രംഗത്ത് മുൻപന്തിയിൽ നിന്ന് നമ്മളെ നയിക്കുകയും ചെയ്യുന്ന ബഹുമാന്യ അഷ്റഫ് സാഹി അവരുകളോടുള്ള ആദരവും അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ എല്ലാ സഹപ്രവർത്തകർക്കും ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും ഒരിക്കൽ കൂടെ ഈ സെൻറ്ററിൻ്റെ പേരിൽ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഈ യോഗം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.